എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് യാത്ര മുടങ്ങിയ ചില യാത്രക്കാർക്ക് ബദൽ സംവിധാനം ഒരുക്കി. അടിയന്തരമായി പോകേണ്ടവർക്ക് മറ്റൊരു വിമാനത്തിൽ യാത്രാ സൗകര്യമൊരുക്കി. ഒരുപാട് പ്രശ്നം അകത്ത് നടന്നു. പിന്നെ ഇവർ ഡേറ്റ് മാറ്റിക്കൊടുത്ത് ഒരു 180 പേരുണ്ടായിരുന്നു. എല്ലാവരും പോയി. ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് വരെ കിട്ടി, പാസ്പോർട്ടിൽ സ്റ്റാമ്പ് വരെ ചെയ്തതാണ്. എന്തായാലും ഞങ്ങൾ ഇത്രയും നേരം അവരോട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇന്നത്തെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. സന്തോഷമുണ്ട്. അപ്പോൾ ടിക്കറ്റ് ഇല്ലാഞ്ഞിട്ടല്ലായിരുന്നു, ഐ ഡോണ്ട് നോ, അതിനെപ്പറ്റി അറിയില്ല. എന്തായാലും എനിക്ക് നാളത്തെ ആവശ്യമായിരുന്നു. എന്തായാലും അവരത് ചെയ്തു തന്നിട്ടുണ്ട്. ബാക്കി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ട്രാവലേഴ്സും ഇപ്പോൾ ഇവിടെ ഇല്ല. ബാക്കി മസ്കറ്റ് ഫ്ലൈറ്റും ബാക്കി ഫ്ലൈറ്റ്സാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണൻ, എത്ര പേർക്കാണ് ഇങ്ങനെ ബദൽ സൗകര്യം ഒരുക്കിയത്? വേണു, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇത്തരത്തിൽ 2 പേർക്കാണ് ഇത്തരത്തിൽ അടിയന്തര ആവശ്യവുമായി ബന്ധപ്പെട്ട എയർ ഇന്ത്യ ബദൽ സംവിധാനം ഒരുക്കി കൊടുത്തത്. അതായത് ഇന്നലെ വൈകിട്ട് മുടങ്ങിപ്പോയ 10:40 ഷാർജ ഫ്ലൈറ്റ്, അതിലാണ് ഇന്ന് രാത്രിയിലുള്ള ആ ഫ്ലൈറ്റിലാണ് ഇവർക്ക് ഈ ബദൽ സംവിധാനം ഒരുക്കി നൽകിയിരിക്കുന്നത്. ആ യാത്രക്കാർ 2 പേർ ക്യാൻസൽ ചെയ്തതിനെ തുടർന്നാണ് ആ ടിക്കറ്റിലാണ് ഇവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം എയർ ഇന്ത്യ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചില യാത്രക്കാർ കൂടി ഇത്തരത്തിൽ അടിയന്തര സാഹചര്യവുമായി ബന്ധപ്പെട്ട എയർ ഇന്ത്യ അധികൃതരോട് സംസാരിച്ചിരുന്നു. ഇത്തരത്തിൽ പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷേ ഈ ടിക്കറ്റ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് അത്തരത്തിൽ ബാക്കിയുള്ള കാത്തുനിന്ന യാത്രക്കാർക്ക് നൽകാനും കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും പ്രതിസന്ധി പരിഹരിക്കാനായിട്ടില്ലെങ്കിലും ചില ഏറ്റവും പ്രധാനപ്പെട്ട അടിയന്തര ആവശ്യങ്ങൾ പറഞ്ഞവരെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ചില യാത്രക്കാരെ ആ തരത്തിൽ പരിഗണിച്ചിട്ടുണ്ട് എയർ ഇന്ത്യ എന്നുള്ളതാണ്. അത്തരത്തിലൊരു ബദൽ സംവിധാനം ഒരുക്കി നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നിന്നും നമ്മളോട് പ്രതികരിച്ച പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ രാത്രി 10:40 ഷാർജ ഫ്ലൈറ്റിലാണ് പോകാനായിട്ടാണ് അവർ എത്തിയത്. പക്ഷേ അത് അത്തരത്തിൽ പോകാൻ കഴിഞ്ഞില്ല. ക്യാൻസൽ ആയതിനെ തുടർന്ന് അത് ഇന്നത്തെ ഫ്ലൈറ്റിലേക്ക് മാറ്റി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ സീനിയർ ക്യാബിൻ ക്രൂവിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സാഹചര്യത്തിൽ ആ വിമാനം ഇതുവരെയും ടേക്ക് ഓഫ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ എയർപോർട്ട് അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതിലും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ ഈ യാത്രക്കാരുടെ ഈ ബദൽ സംവിധാനത്തെ പറ്റിയും കൃത്യമായൊരു വ്യക്തത നൽകാൻ എയർപോർട്ട് അതോറിറ്റിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് ഇത്തരത്തിൽ ടിക്കറ്റ് നൽകിയിട്ടുമുണ്ട്, ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. ഈ അടിയന്തര സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ചില കാത്തുനിന്ന യാത്രക്കാർക്ക് ഇത്തരത്തിൽ സംവിധാനം ഒരുക്കി നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ അധികൃതർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഹരികൃഷ്ണൻ, ഈ അവിടെ പ്രതിഷേധിച്ചവർ, അതുപോലെ തന്നെ യാത്ര മുടങ്ങിയവർ, അവർക്കൊക്കെ എന്താണ് ഇനി മുന്നിലുള്ള വഴി? അതായത് എയർ ഇന്ത്യ അധികൃതർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ തരത്തിൽ ബദൽ സംവിധാനം ഒരുക്കി നൽകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ്. അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചർച്ചയുടെ അവസാനമായിരിക്കും ഇത്തരത്തിലൊരു ബദൽ സംവിധാനത്തെ പറ്റി ചിന്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ അടിയന്തര സാഹചര്യമുള്ളവർക്ക് ഇനിയുള്ള ഫ്ലൈറ്റുകളിൽ ക്യാൻസൽ ചെയ്യുന്നത്, അതായത് നേരത്തെയുള്ള യാത്രക്കാർ ക്യാൻസൽ ചെയ്യുന്നതിനനുസരിച്ച് അടിയന്തര സാഹചര്യമുള്ളവരെ പരിഗണിക്കും എന്നുള്ളത് കൂടിയാണ് എയർ ഇന്ത്യ ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ ഈ വിസ കാലാവധി തീരുന്ന ആളുകൾ, അത് അടിയന്തര സാഹചര്യത്തിന്റെ പ്രയോറിറ്റി, അതായത് അതിന്റെ മുൻഗണന അനുസരിച്ചുകൊണ്ട് വിടാനുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ അതിലും ഈ പറഞ്ഞതുപോലെ ഒഫീഷ്യലായി അല്ലെങ്കിൽ ഔദ്യോഗികമായി ഒരു വിശദീകരണം നൽകാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ വിമാനങ്ങൾ റദ്ദാവാൻ, രാജ്യത്തൊട്ടാകെ കൂടുതൽ വിമാന സർവീസുകൾ റദ്ദാകാനുള്ളൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം നിലനിൽക്കുമ്പോഴും ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കി നൽകിയിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. അത് വിശദീകരിക്കേണ്ടത് എയർപോർട്ട് അതോറിറ്റി അല്ലെങ്കിൽ എയർ ഇന്ത്യയുടെ അധികൃതർ തന്നെയാണ്. പക്ഷെ അതിൽ അവരൊരു വിശദീകരണം നൽകുന്നില്ല എന്നുള്ളതാണ് ഒരേ സമയം യാത്രക്കാരെ ഇരട്ട പ്രതിസന്ധിയിലാക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും ഈ അടിയന്തര സാഹചര്യം എന്നുള്ളത് ഒരു പരിഗണിച്ചതുകൊണ്ട് യാത്ര ചെയ്യാനുള്ളൊരു സൗകര്യം ഒരുക്കി നൽകുകയാണ്, ഒരു ബദൽ സംവിധാനം ഒരുക്കി നൽകുകയാണെന്ന് അവർ യാത്രക്കാരോട് പറയുകയും ചെയ്തു. അത് പൂർണ്ണമായും ഒരു പ്രതിസന്ധി പരിഹരിക്കുന്നതിൻ്റെ ആദ്യഘട്ടമായിട്ടാണോ ആദ്യപടിയായിട്ടാണോ ആണോ എന്നുള്ളത് കൃത്യമായി അറിയാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിലൊരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. വേണു, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.